ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ നൈറ്റ് ഓഫ് ദ റീപ്പർ എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൂവിയിലും ഒരു കൊടൂര സൈക്കോ ഉണ്ട്, അവൻ ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഉഗ്ര ട്വിസ്റ്റ് ഈ മൂവിയിലുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സൈക്കോ മൂവി നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ട്വിസ്റ്റ് ഇല്ലാതെ എന്ത് SR വോയിസ് അല്ലേ? അതുകൊണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ മൂവിയോടൊപ്പം സഞ്ചരിച്ച് ഇതിലെ ആ ഒരു സൈക്കോ ആരാണെന്ന് കണ്ടുപിടിക്കാണ്ട് ശ്രമിച്ചു നോക്ക്. ഞാൻ പറയുന്നു നിങ്ങൾക്ക് എന്തായാലും കഴിയത്തില്ലാന്ന്. കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച കാര്യം എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. ആരാണെന്ന് മാത്രം ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യരുത്. അത് കാണുന്നവരുടെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിച്ചോ ഇല്ലയോ എന്ന് മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അധികം താമസിക്കാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിലെ അമേരിക്കയിലെ ഒരു വീട്, അതിനുള്ളിൽ എമിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ആ വീട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ വീട്ടിലുള്ളത് ഒരു ചെറിയ പയ്യനും അതേപോലെ തന്നെ അവൻ്റെ അനിയത്തിയും. അപ്പോൾ ഇവർ രണ്ടുപേരെ ഉറക്കാൻ വേണ്ടി ആ ഒരു പയ്യനെ ആദ്യം തന്നെ ഉറക്കാനായിട്ട് കിടത്തിയിട്ട് അവന് പേടി വരാതിരിക്കാൻ വേണ്ടി ഒരു പാവയെ അവൻ്റെ റൂമിൽ വെച്ചിട്ട് ഇപ്പം അവൻ്റെ അനിയത്തിയോട് പറയും, മോളെ നീയും പോയി കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് എമിലി നേരെ ഹാളിലേക്ക് വന്ന് ഒരു നല്ല മ്യൂസിക് എല്ലാം പ്ലേ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഡാൻസ് കളിക്കുകയാണ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ ഒരു സിഗരറ്റിലെടുത്ത് വലിക്കുമ്പോഴത്തേക്കും ഈ ഗ്യാരേജ് ഉണ്ടല്ലോ വീടിന് വെളിയിലുള്ള അതാരോ തുറക്കുന്നത് പോലെ, ചിലപ്പോൾ കുട്ടികളുടെ അച്ഛനും അമ്മയായിരിക്കും വന്നിരിക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്യാണ്. കാരണം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവർ എന്തായാലും വഴക്ക് പറയും. എന്നിട്ട് എമിലി വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വെളിയിൽ ആരെയും കാണുന്നില്ല. പക്ഷേ ഇതാരാന്നും പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ഒരു കാർ നിൽപ്പുണ്ട്. അങ്ങനെ ആ ഒരു കാറിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ കാറിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ കാറിനകത്ത് ആരുമില്ല, പകരം റോഡിൽ ഒരു നായ ചത്ത് കിടക്കുന്നു. അപ്പോൾ എന്തായാലും ആ നായിനെ ആരോ കൊന്നിട്ടതാണ്. ഇത് കണ്ടിട്ട് ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവള് പെട്ടെന്ന് ആ വീടിനകത്തേക്ക് പോയിട്ട് അതിനകത്തിരിക്കും, ഹാളിലിരിക്കും. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. ആ ചെറിയ പയ്യന്റെ റൂമിൽ വെച്ചിരുന്ന ആ ഒരു പാവയുണ്ടല്ലോ അതിനെ ഈ ഹാളിൽ വെച്ചേക്കുന്നു. എന്നിട്ട് അതിലെ യുവർ പ്രീറ്റി എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എമിലി വിചാരിക്കും ഇതാ ഒരു ചെറിയ കുട്ടികൾ ചെയ്ത കാര്യമാണെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ആ ഒരു ചെറിയ പയ്യനുണ്ടല്ലോ അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കം. അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് ആ ഒരു ചെയർ താഴെ വീണ് കിടപ്പുണ്ട്, അടുത്തുള്ള ആ ക്ലോസറ്റ് തുറന്ന് കിടപ്പുണ്ട്. ഇതൊക്കെ ആരാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ചെയ്തത് ഒരു പക്ഷെ അവന്റെ അനിയത്തിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടിയുടെ റൂമിൽ ചെന്ന് തുറന്ന് നോക്കുമ്പോൾ അവളാണെങ്കിലും നല്ല രീതിയിൽ പാട്ടെല്ലാം കേട്ടിട്ട് അകത്ത് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ എമിലി നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിച്ച്, മോളെ നീയല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, എന്താ ആൻറ്റി ഇത്, നിങ്ങളുടെ പ്രായം ഏതാ, എൻ്റെ പ്രായം ഏതാ, നിങ്ങളോട് കളിക്കാനൊന്നും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് എമിലിയെ റൂമിൽ നിന്ന് പറഞ്ഞു വിടും. ഷടാ, അപ്പോൾ ഇവളും അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു ചെറിയ പയ്യന്റെ റൂമിലേക്ക് വന്ന് ഡോർ തുറന്ന് നോക്കുമ്പോൾ ആഹാ, വെളിയിലുണ്ടായിരുന്ന ആ ഒരു പാവ ഇപ്പൊ അവന്റെ റൂമിൽ കട്ടിലിരിക്കുന്നു. അതുമല്ലാതെ പേപ്പറിൽ B- എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. പേടിച്ചു പോയ എമിലി വീണ്ടും ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവളെ ആരോ ഇപ്പോൾ കെട്ടിയിട്ടേക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് 4 hour എന്ന് പറഞ്ഞ് അവളുടെ ദേഹത്തും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് എന്താണെന്ന് മനസ്സിലാവാതെ എമിലി പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വന്നിട്ട് പോലീസിനെ വിളിക്കാൻ വേണ്ടി ആ ഒരു ഫോൺ എടുത്ത് ചെവിയിൽ വയ്ക്കുമ്പോൾ ഫോണിന്റെ വയറും ആൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആരോ ഒരാൾ ഈ വീടിനകത്തുണ്ടെന്ന് മനസ്സിലാക്കി എമിലി പോകാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ആ ഒരു ഹാളിലെ TV ഉണ്ടല്ലോ അത് പ്രവർത്തിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ആരോ കാസറ്റ് ഇട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് അവൾ നോക്കി നിൽക്കുന്നതും ആ TV മാസ്ക് ഇട്ട ഒരു സൈക്കോ അങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ആൻഡ് എവർ എന്നുള്ള പേപ്പറിൽ എഴുതി കാണിക്കുന്നു. ഇത് കണ്ട എമിലി അങ്ങനെ നോക്കി പേടിച്ച് നിൽക്കുന്നതും പെട്ടെന്ന് പുറകിലൂടെ വന്ന സൈക്കോ അവളെ പിടിച്ച് തിരിച്ചിട്ട് കയ്യിലുള്ള കത്തി ഉപയോഗിച്ച് അവളെ കൊടൂരമായിട്ട് അവിടെ വെച്ച് കൊല്ലുകയാണ്. ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിലും എഴുതി കാണിക്കുന്നു. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. വളരെ വിഷമത്തോടെ തന്നെ ഒരു പെൺകുട്ടി റോഡിലൂടെ നടന്നു വരുന്നു. അവളുടെ പേരാണ് ഡീന. ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ. ഇപ്പൊ അവളുടെ വിഷമം എന്താണെന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ അവള് വിഷമത്തോടെ തന്നെ റോഡിലൂടെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഒരു മണ്ടൻ ഒരു ക്യാമറ എടുത്ത് അവളുടെ മുന്നിലേക്ക് ചാടി വന്നിട്ട് പ്രാങ്ക് എന്നുള്ള രീതിയിൽ വീഡിയോ പിടിക്കും. ഇത് കാണുന്ന ഹീറോയിൻ, ഹേ ചാറ്റ്, ഞാൻ ആൾറെഡി നല്ല ദേഷ്യത്തിലാണ്, അതുകൊണ്ട് ഈ ക്യാമറ കൊണ്ട് കാണിച്ച് എന്നെ ദേഷ്യം കൂട്ടാതെ ഒന്ന് മാറിപ്പോകാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് അവള് പോകാനായിട്ട് വരുമ്പോൾ അവർ കാറിനകത്ത് നിന്നും വേറൊരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. സത്യത്തിൽ ഇവനാണ് ഹീറോയിന്റെ ബോയ് ഫ്രണ്ട് വിൽസ്. അപ്പോൾ ഇവരെല്ലാവരും ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. ചാഡ് അവളുടെ ഫ്രണ്ട്, വിൽ അവളുടെ ബോയ് ഫ്രണ്ടും. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ വില്ലും എന്തോ വഴക്കാണ്, അതുകൊണ്ട് രണ്ടുപേരും മുഖം കൊടുത്ത് സംസാരിക്കുന്നില്ല. ഇത് കാണുന്ന ചാഡ് പറയും, ഹേയ് ഡീന, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവനെ വിട്ടിട്ട് എന്നെ പ്രണയിക്കാനായിട്ട്, ഞാനാണെങ്കിൽ നിന്നെ പൊന്നുപോലെ നോക്കിയാനെ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേൾക്കുന്ന വില്ലിന് നല്ല ദേഷ്യം വന്നിട്ട്, ഹേയ് ചാഡ്, ആവശ്യമില്ലാത്ത സ്ഥലത്ത് തല കൊണ്ട് വെക്കരുത്, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോയിനും വില്ലിനോട് വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ അവിടെ നിന്ന് നേരെ പോകുന്നത് അവിടെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അതിനകത്തേ ചെന്നിട്ട് മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അവിടേക്ക് മരുന്ന് വാങ്ങാനായിട്ട് പോകുമ്പോൾ ഇവരുടെ നാട്ടിൽ തന്നെ ഫോറസ്റ്റ് റേഞ്ചർ ആയിട്ടുള്ള എലിസബത്ത് എന്നുള്ള സ്ത്രീയും അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവരെ ഒരു ഹായ് കാണിച്ച് അവൾ നേരെ ആവശ്യമായിട്ടുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് അത് കഴിഞ്ഞ് പോകുന്നത് തൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്.
അതേസമയം മറ്റൊരിടത്ത് ഒരു പോലീസുകാരനായിട്ടുള്ള അർണോൾഡിനെ കാണിക്കുകയാണ്. അർണോൾഡിന്റെ അത്രയും ശരീരം ഇല്ലാന്നുണ്ടെങ്കിലും അവന്റെ പേര് അർണോൾഡ് എന്നാണ്. ഇപ്പൊ അർണോൾഡ് വെളിയിൽ പത്രം എടുക്കാനായിട്ട് വരുമ്പോഴത്തേക്കും അവന്റെ വീടിന്റെ മുറ്റത്ത് തന്നെ ഒരു ബോക്സ് ആരോ ഒരാൾ കൊണ്ടിട്ടേക്കുന്നു. ആരാണെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു ബോക്സ് എടുത്ത് നേരെ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ബോക്സ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു റിമോട്ടാണുള്ളത്. ഈ ബോക്സ് ആരാ കൊണ്ടിട്ടത് എന്ന് ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. എന്തിനാണ് ഈ റിമോട്ട് എന്ന് നമുക്കറിയത്തില്ല. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ നേരെ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരും കാണുന്നത്. ആ സന്തോഷത്തിൽ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പൊ ആ ഒരു ഫ്രണ്ട് ഹീറോയിനോട് ചോദിക്കും, ഡീന നീ ഈ ദിവസം തന്നെ വന്നതെന്തിനാ? വേറൊരു ദിവസം വന്നുകൂടായിരുന്നു. കാരണം ഇന്നൊരു ബേബി സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു പോലീസുകാരന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. അയാളുടെ ഭാര്യയാണെങ്കിലോ മരിച്ചുപോയി. 2 കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു വിധത്തിൽ ആ ഒരു കുട്ടികളെ നോക്കിയിട്ട് പതിയെ അയാളെ എങ്ങനെയെങ്കിലും കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നീ ആയിട്ട് അത് സമ്മതിക്കത്തില്ല. അല്ല നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, നിന്റെ അത്രയും കഴിവ് എനിക്കുണ്ടോ? അതുകൊണ്ട് നിന്നെ കൊണ്ട് മാത്രമേ ഇതെല്ലാം കഴിയത്തുള്ളൂ എന്നല്ല. രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് തമാശയെല്ലാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. അതേസമയം ഇവിടെ അർണോൾഡ് പോലീസുകാരനെ കാണിക്കുമ്പോൾ ഡാനിയൽ എന്ന് പറഞ്ഞ മറ്റൊരു പോലീസുകാരനെ കൂടിയിട്ട് ഇപ്പോൾ വേറെ ഏതൊരു വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കാണ്. അപ്പോൾ ഡാനിയൽ പറയും, എന്താ അർണോൾഡ് പണമെല്ലാം ഒരുപാട് കിട്ടുന്നുണ്ടോ? പുതിയ വീടെല്ലാം വാങ്ങി എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യം പറയാനായിട്ട്. ദേ എന്റെ വീട്ടിൽ രാവിലെ തന്നെ ഒരുത്തൻ ഈ റിമോട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ റിമോട്ട് ഏത് ഗ്യാരേജിൻ്റെതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു ഗ്യാരേജ് ഓപ്പൺ ചെയ്യുന്ന റിമോട്ടാണ്. എന്നിട്ട് ആ ഒരു റിമോട്ട് ഡാനിയലിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഡാനിയൽ ആ റിമോട്ട് പ്രസ് ചെയ്യുന്നതും അവർ നിൽക്കുന്ന ആ ഒരു വീടിന്റെ ഗ്യാരേജ് ഓപ്പൺ ആവുന്നു. അപ്പോൾ ഡാനിയൽ ചോദിക്കും, അല്ല ഇതാരുടെ വീടാണെന്ന് ചോദിക്കുമ്പോൾ അർണോൾഡ് പറയും, ഈ വീട്ടിലാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ എമിലി എന്ന് പറഞ്ഞൊരു പെണ്ണ് ഈ വീട്ടിലാണ് കുറച്ച് നാളുകൾക്ക് മുന്നേ എമിലി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ബേബി സിറ്റിങ്ങിനായിട്ട് വന്നിരുന്നതും അവളെ ആരോ കൊന്നിട്ടതും. അപ്പോൾ ഈ റിമോട്ട് എന്റെ വീട്ടിൽ ആരോ ഒരാൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അവനും ഈ ഒരു കൊലപാതകവും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവർ രണ്ടുപേരും രാവിലെ തന്നെ കോഫി കുടിക്കാനായിട്ട് ഒരു ഷോപ്പിലേക്ക് പോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് നേരെ വരുന്നത് ഡീനയുടെ വീട്ടിലേക്ക് തന്നെയാണ്. അങ്ങനെ വീടിനകത്തേക്ക് വരുമ്പോഴും അവളുടെ വീടും ഭയങ്കര ശോകമായിട്ടുള്ള അവസ്ഥയിലാണ് കിടക്കുന്നത്. അവൾ മാത്രമാണ് വിഷമമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല വിഷമുണ്ട്. എന്താണ് കാര്യം ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ഹീറോയിൻ വീടിനകത്തേക്ക് വരുമ്പോൾ അവളുടെ അമ്മ പറയും, ഡീന നിന്റെ സുഹൃത്ത് നിന്നെ വിളിച്ചിരുന്നു, നീ ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഹീറോയിൻ അങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ തിരിച്ചു വിളിക്കും. അത് വേറെ ആരുമല്ല, നേരത്തെ ഒരു പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് വന്നല്ലോ അവളാണ്. ഇപ്പൊ അവൾ ഹീറോയിനോട് പറയും, ഡീന നീ വന്നിട്ട് പോയതിനു ശേഷം എന്റെ വയറിന് നല്ല പ്രശ്നമുണ്ട്. എനിക്ക് എന്തായാലും ആ ഒരു ബേബി സിറ്റിങ്ങിനായിട്ട് പോകാണ്ട് കഴിയത്തില്ല ഇന്ന് ഒരു ദിവസത്തേക്ക് വേണ്ടി. എനിക്ക് പകരം ഒന്ന് പോയിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ ആദ്യം കഴിയത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഓക്കെ ഇന്ന് ഒരു ദിവസം, ഇനി ഒരിക്കലും ഇങ്ങനെ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനും ആ ഒരു ബേബി സിറ്റിങ്ങിനായിട്ട് ഇരിക്കുന്ന വീടുണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ അർണോൾഡും ഡാനിയലും രണ്ടുപേരും ആഹാരമെല്ലാം കഴിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോൾ ഇവരോടൊപ്പം തന്നെ ജോലി ചെയ്യുന്ന മറ്റൊരു പെണ്ണുണ്ട്. അവളിപ്പോ അർണോൾഡിനെ കണ്ടിട്ട്, ബോസ് എന്റെ വീടിന് മുന്നിൽ രാവിലെ തന്നെ ഇതുപോലൊരു ബോക്സ് കണ്ടിരുന്നു, ഇതിൽ നിങ്ങളുടെ പേരാണ് എഴുതിയിട്ടുള്ളത്, ദേ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോക്സ് അർണോൾഡിന്റെ കയ്യിൽ കൊടുക്കും. ഇപ്പൊ അർണോൾഡ് ആ ഒരു ബോക്സ് തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് എന്താണെന്ന് നോക്കുമ്പോൾ അതിനകത്തൊരു കാസറ്റ്. അതിൽ എഴുതിയിരിക്കുന്നത് ദി നൈറ്റ് ഓഫ് ദ റീപ്പർ ക്യാമ്പർ എന്നാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാസറ്റിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിൽ തുടക്കം തന്നെ ഒരു നായ ചത്ത് കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ കാടിനുള്ളിൽ ഒരുത്തൻ ഈ ക്യാമ്പെല്ലാം ചെയ്തിട്ട് നല്ല സമാധാനമായിട്ടിരിക്കുന്ന ഒരുത്തനെ ആ ഒരു സൈക്കോ പിടിച്ച് ആ കാടിനുള്ളിൽ വെച്ച് അവനെയും കൊടൂരായിട്ട് കൊല്ലുന്നു. ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ് ഈ കാസറ്റിനകത്തുള്ളത്. അപ്പൊ ഇത് കണ്ട ഡാനിയൽ, സാർ ഇതെന്ത് മൂവിയാണ്? മൂവി തുടങ്ങുമ്പോൾ തന്നെ ഇതുപോലെ മറ്റുള്ളവരെ കൊല്ലുന്നത് കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ അർണോൾഡ് പറയും, ഇറ മരമണ്ട കണ്ണു തുറന്നു നോക്ക്, അതൊരു സൈക്കോ ഒരുത്തനെ കൊന്നിട്ട് അത് നമുക്ക് വീഡിയോ എടുത്ത് അയച്ചേക്കാണ്. ഈ മരിച്ചുപോയവനെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ഓർമ്മ വന്നു, 2 വർഷങ്ങൾക്ക് മുന്നേ റോഡ് ആക്സിഡന്റിൽ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് ആ ഒരു കേസ് തന്നെ ക്ലോസ് ചെയ്തത് ഇവന്റെ പേരിലാണ്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഓക്കെ നമുക്ക് എന്തായാലും ഒരു റൗണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഡാനിയലിനെ വിളിച്ച് അർണോൾഡ് ഒരു റൗണ്ട് പോകാൻ വേണ്ടി വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ അവര് റോഡിലൂടെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് പോകുമ്പോഴത്തേക്കാണ് റോഡ് സൈഡിലായിട്ട് ഒരു കാർ നിർത്തിയിട്ടേക്കുന്നു. അടുത്തേക്ക് വന്ന് കാർ നിർത്തുമ്പോൾ അതിൽ വേറെ ആരുമല്ല, നമ്മുടെ എലിസബത്ത് ആന്റി ഉണ്ടല്ലോ, ആ ഒരു ഫോറസ്റ്റ് റേഞ്ചർ, അവരാണ്. ഇപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു നായ ചത്ത് കിടക്കുന്നു. അതുമല്ല ഈ സ്ഥലങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഇതുപോലെ നായകൾ ചത്ത് കിടപ്പുണ്ട്, ആരോ കൊന്നിടുന്നതാണ്. എനിക്ക് തോന്നുന്നു എന്തോ ഒരു കാര്യം ഇതിന് പിറയിൽ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എന്ന് എലിസബത്ത് ആന്റി പറയുമ്പോൾ നമ്മുടെ അർണോൾഡ് പറയും, ഹേയ് ഇവിടെ എലിസബത്ത്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ, നമുക്ക് എന്തായാലും കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും വന്നിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാല് ഇപ്പോൾ ഒരുത്തൻ മരിച്ചല്ലോ അവർക്ക് വീഡിയോ കിട്ടിയ ഒരു സ്ഥലം അവിടേക്കാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് മറ്റൊരു ബോക്സ് അവിടെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ബോക്സ് എടുത്ത് ഇവർ രണ്ടുപേരും അതും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു കാസറ്റ്. ആ കാസറ്റിൽ എഴുതിയിട്ടുള്ളത് ദി നൈറ്റ് ഓഫ് ദ റീപ്പർ ദി ബേബി സിറ്റർ എന്നാണ് എഴുതിയിട്ടുള്ളത്.
അങ്ങനെ ആ ഒരു കാസറ്റ് എടുത്ത് ഇവർ രണ്ടുപേരും പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ളത് സ്റ്റാർട്ടിങ്ങിൽ എമിലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിനെ കൊല്ലുന്നല്ലോ ആ കാര്യം. അപ്പൊ ഈ ഒരു സൈക്കോ കൊല്ലുന്ന എല്ലാ കാര്യവും അവനൊരു വീഡിയോ എടുത്ത് സൂക്ഷിക്കും, ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു. അപ്പൊ എന്തായാലും ഈ സൈക്കോയെ വെറുതെ വിടാൻ കഴിയത്തില്ല എന്ന് മനസ്സിലാക്കി ഇവർ രണ്ടുപേരും ആ വീഡിയോ വീണ്ടും വീണ്ടും പ്ലേ ചെയ്ത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒരു കാണുന്നത്. പിടിച്ചു മോനെ നിന്നെ. അങ്ങനെ ആ ഒരു നമ്പർ വെച്ചിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് ആരുടേതാണെന്ന് കണ്ടുപിടിച്ചു. അത് വേറെ ആരുമല്ല, ചാടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചുരുണ്ട മുടിക്കാരനുണ്ടല്ലോ പ്രാങ്കം വെച്ചുകൊണ്ട് നടക്കുന്ന അവന്റെ കാറാണിത്. എടാ സൈക്കോ, നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അർണോൾഡും ഡാനിയലും നേരെ ചെന്നിട്ട് ചാടിനെ പൊക്കിയെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോ ആ ബേബി സിറ്റിങ്ങിനായിട്ട് വന്ന വീട് ആരുടേതെന്ന് വെച്ചാല് നമ്മുടെ പോലീസുകാരനായിട്ടുള്ള അർണോൾഡിന്റെ വീട്ടിലേക്ക് അയാളുടെ മകനെ ബേബി സിറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹീറോയിന്റെ സുഹൃത്ത് പോകാനായിട്ടിരുന്നത്. ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് ഹീറോയിൻ വന്നു. അങ്ങനെ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്കും അപ്പൊ അർണോൾഡിന്റെ മകൻ മാക്സ് അതിനകത്തിരുന്ന് ടി വി ആണ്. ഇപ്പൊ ആ ഒരു പയ്യനെ കാണുന്നത് മോനെ എനിക്ക് ഈ ഒരു വീടെല്ലാം ഒന്ന് ചുറ്റി കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ശരി ആന്റി നമുക്ക് വീട് കാണുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ആ ഒരു വീടെല്ലാം കാണിച്ചു കൊടുക്കാണ്. ഇപ്പൊ ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ അർണോൾഡ് ചാടിനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്. ആദ്യമെല്ലാം അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഏയ് എന്റെ വക്കീലില്ലാതെ നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ കഴിയത്തില്ല, പിന്നെ നിങ്ങൾ വെറുതെ എന്നെ ഇവിടെ കൊണ്ടുവന്നതിൽ കാര്യമൊന്നുമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ ഇവരോട് സഹകരിക്കാത്ത രീതിയിലാണ് ആദ്യം സംസാരിക്കുന്നത്. അപ്പൊ അർണോൾഡ് പറയും നീ ചാടുന്നതൊന്ന് നിർത്ത്, നീ ചെയ്തത് സാധാരണ ഒരു കാര്യമല്ല, ഒരു സൈക്കോ കൊലയാളി ചെയ്യുന്ന കാര്യങ്ങളാണ് നീ ചെയ്തിട്ടുള്ളത്, കൂടാതെ അതെല്ലാം വീഡിയോയും എടുത്തിട്ടുണ്ട്, എന്ത് അഹങ്കാരം ഉണ്ടാവും നിനക്കെന്ന് പറയുമ്പോൾ ഇവന്റെ മുഖം പതിയെ മാറുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഇവർക്ക് ഇതെല്ലാം മനസ്സിലായെന്നുള്ള രീതിയിലാണ് അവൻ പേടിക്കുന്നത്. അപ്പൊ ഇവൻ തന്നെയാണ് കൊലയെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് കൺഫേം ആയി. ഇവിടെ അർണോൾഡിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും മാക്സും രണ്ടുപേരും ആ ഒരു വീടെല്ലാം ചുറ്റി നടക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ ഇപ്പോൾ ബേസ്മെന്റിലേക്ക് പോവും. അവിടെ ചെല്ലുമ്പോഴാണ് അവിടെ ഒരു കല്യാണ വസ്ത്രമുണ്ട്. അത് വേറെ ആരുടേതല്ല, അർണോൾഡിന്റെ ഭാര്യയുടേതാണ്. എന്താന്ന് വെച്ചാൽ അർണോൾഡിന്റെ ഭാര്യ മരിച്ചുപോയി. ഇപ്പൊ ആ ഒരു ഡ്രസ്സ് ഹീറോയിൻ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ആ ഡ്രസ്സ് കാണുന്നത് മാക്സിന് അവന്റെ അമ്മയുടെ ഓർമ്മ വരുന്നു. അതുകൊണ്ട് ഹീറോയിൻ അവനെ വിളിച്ചിട്ട് നേരെ മുകളിലേക്ക് തന്നെ വരും. ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ട് അവിടെ ഒരു ലോക്ക് ആയിട്ടുള്ള റൂമുണ്ട്. അത് കണ്ട് മാക്സിനോട് ചോദിക്കും അല്ല മാക്സ് ഇത് മാത്രം എന്തിനാ ലോക്ക് ചെയ്ത് വെച്ചേക്കെന്ന് ചോദിക്കുമ്പോൾ അതെന്റെ അച്ഛന്റെ പേഴ്സണൽ റൂമാണ്, അതിനകത്ത് തോക്കെല്ലാം ഉണ്ട്, ഒരു കാരണവശാലും അതിനകത്ത് കയറരുതെന്നല്ല മാക്സ് പറയുന്നുണ്ട്. എന്നിട്ട് മാക്സ് പറയും ബാ നമുക്ക് മറ്റൊരു വശത്തേക്ക് പോകാന്ന് പറഞ്ഞ് വേറൊരു റൂമിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ടേബിളിന് മുകളിൽ ഒരു ലേഡിയുടെ ഫോട്ടോ ഇരിപ്പുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അർണോൾഡിന്റെ ഭാര്യയാണല്ലോ മരിച്ചുപോയെന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോ. അങ്ങനെ രണ്ടുപേരും വീട് ചുറ്റി നടക്കുമ്പോൾ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഹീറോയും വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും അത് അർണോൾഡാണ്. ഇപ്പൊ അർണോൾഡ് ചോദിക്കും എന്തു പറ്റി മോളെ, മാക്സ് എങ്ങനെയുണ്ട്, കുരുത്തക്കേടാണോ, അവനോട് ഞാൻ സംസാരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അവൻ നല്ല കുട്ടിയാണ്, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ അർണോൾഡ് നേരെ ചാടിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഹേയ് ചാഡ്, എനിക്ക് എന്തായാലും മനസ്സിലായി നീയാണ് കൊലയാളിയെന്ന്, അതുകൊണ്ട് മര്യാദയ്ക്ക് എന്തുകൊണ്ടാണ് കൊന്നത്, എന്തിനാണ് ഇതെല്ലാം ചെയ്തത് എന്നുള്ള എല്ലാ വിവരവും കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ എനിക്ക് ചോദിക്കേണ്ടി വരുമെന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, ഞാനൊരു സാധാരണ വീഡിയോ പിടിക്കുന്ന ക്യാമറയാണ് കയ്യിൽ വെച്ചിട്ടുള്ളത്, എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു കൊല ചെയ്തു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുമ്പോൾ അർണോൾഡ് പറയും മോനെ ആവശ്യമില്ലാതെ നീ പേടിപ്പിക്കേണ്ട കാര്യമില്ല, നീയും നിന്റെ ഫ്രണ്ട് വിൽസും രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തതെന്ന് ഞങ്ങൾക്ക് നല്ലതുപോലെ അറിയാം, അതുകൊണ്ട് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, ഇല്ലാന്നുണ്ടെങ്കിൽ സത്യം നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവൻ പെട്ടെന്ന് പേടിച്ചിട്ട് ഇത് നോക്ക് ഞാനും എന്റെ ഫ്രണ്ട് വിൽസും ഈ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ സാധാരണ ആളുകൾ തന്നെയാണ് എന്ന് പറയുമ്പോൾ അർണോൾഡ് പറയും അപ്പോൾ നീ സത്യം പറയത്തില്ലല്ലേ, ശരി നിന്റെ ഫ്രണ്ടിനെ തൂക്കാം എന്ന് പറഞ്ഞ് അർണോൾഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കും ഡാനിയൽ ഇപ്പോൾ വന്നിട്ട് പറയും അർണോൾഡ് ഒരു തെളിവില്ലാതെയാണ് നമ്മൾ ഇവനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇത് വലിയ പ്രശ്നമാവും, അതുകൊണ്ട് കോടതി കേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ കിടന്ന് അലയേണ്ടി വരും, അതുകൊണ്ട് ഇവനെ വെറുതെ വിടുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും അർണോൾഡ് പറയും അപ്പോൾ ഇവനെ വിട്ടിട്ട് വെറുതെ ഇവിടെ സ്റ്റേഷനിൽ ചോറിയും കുത്തിയിരിക്കാനോ ഒരിക്കലും കഴിയത്തില്ല, ഞാൻ ദാ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അർണോൾഡ് നേരെ പോകുന്നത് വിൽസിന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. ഇപ്പൊ അതേ സമയം അർണോൾഡിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ മാക്സ് കുറേ നേരമായിരുന്നു ടി വി എല്ലാം കണ്ടിട്ട് ഇപ്പോൾ ഹീറോയിനോട് പറയും ആന്റി എനിക്ക് ഉറങ്ങാനായിട്ടുള്ള സമയമായെന്ന് പറഞ്ഞ് അവൻ കിടന്നുറങ്ങുന്നതും ഹീറോയിൻ ഇപ്പോൾ അവനെ ഉറക്കിക്കെടുത്തിട്ട് നേരെ അവിടെയുള്ള കബോർഡെല്ലാം തുറന്നു നോക്കുമ്പോഴത്തേക്കും മദ്യമെല്ലാം കിട്ടുന്നുണ്ട്, അതെടുത്ത് അവൾ കുടിക്കുകയാണ്. അതുപോലെ അവൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നേരെ ഫ്രിഡ്ജിനടുത്തേക്ക് വന്ന് അത് തുറന്നു നോക്കുമ്പോൾ വീടിന് വെളിയിൽ ആരോ ഒരാൾ ഒരു നായനെ അടിച്ചു കൊല്ലുന്ന പോലെ നായ അലറി വിളിക്കുന്ന ആ ഒരു ശബ്ദം അവൾക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി ഹീറോയിൻ പെട്ടെന്ന് ഒരു ടോർച്ച് ലൈറ്റ് എടുത്തിട്ട് അതും എടുത്ത് പെട്ടെന്ന് ഡോർ തുറന്ന് വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ വേറെ ആളെയൊന്നും അവിടെ കാണുന്നില്ല, അതിന് മുന്നേ ആ ഒരു നായനെ അവിടെ കൊന്നിട്ടിട്ടുണ്ട്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കാണ് അവൾ തുറന്ന ആ ഒരു ഡോറ് ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞ് അടിക്കുന്നു. ഈ ശബ്ദം കേട്ട് ഹീറോയിൻ അയ്യോ എന്നും പറഞ്ഞ് ഓടി വന്ന് ആ ഒരു വീടിനകത്തേക്ക് കയറി ഡോറങ്ങടയ്ക്കും. എന്നിട്ട് ഈ അനിമലിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്യുമല്ലോ അവരെ വിളിച്ചിട്ട് ഇതുപോലെ നായനെ ആരെ കൊന്നു പറഞ്ഞുള്ള കാര്യവും അവരോട് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്.
അപ്പൊ അവരാണെങ്കിലോ, സോറി മോളെ, ഇപ്പൊ രാത്രി 12 മണിയായി, ഈ സമയത്തൊന്നും ഞങ്ങൾക്ക് വരാൻ കഴിയത്തില്ല, അടുത്ത ദിവസം വന്ന് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞിട്ട് അവരും ഫോൺ കട്ട് ചെയ്യാണ്. അതേസമയം ഇവിടെ അർണോൾഡിനെ കാണിക്കുമ്പോൾ അവനിപ്പോ വിൽസിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഡോറ് തുറന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കുകയാണ് ടോർച്ച് അടിച്ച്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു നായയുടെ ബെൽറ്റ് കിട്ടുന്നു. അപ്പൊ നായയുടെ ബെൽറ്റ് ഇവിടെ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നായ്ക്കളെ കൊല്ലുന്നത് ഇവൻ തന്നെ ആയിരിക്കും. അതുപോലെ ഈ ഒരു നായ്ക്കളെ ചത്തതിന് ശേഷമാണ് ഓരോ കൊലപാതകങ്ങളും നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ തന്നെയാണെന്നും പറഞ്ഞ് നിൽക്കുന്നതും. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ അവളുടെ സുഹൃത്തിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, എടി നീ എങ്ങനെയാ ഇവിടെ ബേബി സിറ്റിങ്ങിലിരിക്കുന്നത്, എനിക്ക് ഇപ്പൊ തന്നെ നല്ല പേടിയാവുന്നുണ്ട്, നീ എങ്ങനെയാ ഇവിടെ കഴിയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ എന്തായാലും വിളിക്കത്തില്ല, വേറെ വഴിയില്ലാത്തോണ്ടല്ലേ എന്നെല്ലാം അവർ സുഹൃത്തും പറയും. അങ്ങനെ ഹീറോയിൻ സംസാരിച്ചിരിക്കുമ്പോഴാണ് അടുത്തുള്ള റൂമിലൂടെ ആരോ നടക്കുന്നൊരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ഹീറോയിൻ മാക്സിനോട്, ഹേയ് മാക്സ്, അതിനു മുന്നേ നീ കണ്ണു തുറന്നു എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ആരും പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ഈ ഫ്രണ്ടിനോട്, എടി എനിക്ക് നല്ലതുപോലെ പേടിയാവുന്നുണ്ട്, ആരോ വീടിനകത്ത് വന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഹീറോയിന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ വെളിയിലും ആ ഡോറിൽ ആരോ ബെല്ലടിക്കുന്നു. അപ്പൊ ആ ഒരു ഫ്രണ്ട് പറയും, എടി നിക്കി, ഇവിടെയും ആരോ ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ പോയി നോക്കിയിട്ട് വരാന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല പോരുത്, നീ കട്ട് ചെയ്യാതെ ഇവിടെ തന്നെ ഇരിക്കാൻ പറയുമ്പോൾ ആ ഫ്രണ്ട് അത് കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തിട്ട് അവളുടെ വീട്ടിൽ വന്നത് ആരാണെന്ന് നോക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ഹീറോയിനുള്ള ഈ ഒരു വീട്ടിലാണെങ്കിലോ താഴെ നിന്ന് ആരോ മുകളിലേക്ക് പോകുന്നത് പോലെ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നത് പോലെ ഇങ്ങനെ പല രീതിയിൽ ശബ്ദങ്ങൾ കേൾക്കുന്നു. അങ്ങനെ ഇതാരാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരെ അവളും ബേസ്മെന്റിലേക്ക് ഇറങ്ങി ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ബേസ്മെന്റിൽ ആ ഒരു ഡോർ ഉണ്ടല്ലോ അത് തുറന്നു കിടക്കുന്നു. ആ ഭാഗത്താണ് ആരോ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി വന്ന് അവിടുത്തെ ലൈറ്റ് ഓൺ ചെയ്യുന്നതും പെട്ടെന്ന് അവൾ അങ്ങ് ഞെട്ടുകയാണ്. എന്താണെന്ന് വെച്ചാൽ അർണോൾഡിന്റെ ഭാര്യയുടെ ആ ഒരു വിവാഹ വസ്ത്രം ഉണ്ടല്ലോ അത് അവിടെ തൂക്കിയിട്ടേക്കുന്നു. ഇത് കാണുന്നത് ഹീറോയും വിചാരിക്കും വീടിനകത്ത് അർണോൾഡിന്റെ ഭാര്യയുടെ പ്രേതം ഉണ്ടാവും എന്നും പേടിച്ച് അവൾ പെട്ടെന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. അതേസമയം ഇവിടെ അർണോൾഡിനെ കാണിക്കുമ്പോൾ അർണോൾഡ് അടുത്തൊരു റൂമിനകത്തേക്ക് ചെല്ലാണ്. അങ്ങനെ നടന്ന് ആ ഒരു റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതിനകത്തുള്ള കട്ടിലിലെ നൈറ്റ് ഓഫ് ദ റീപ്പർ എന്ന് പറഞ്ഞൊരു കാസറ്റ് കാണുന്നതും ഇത് കാണുമ്പോൾ തന്നെ അർണോൾഡിന് മനസ്സിലായി ഇവന്മാര് തന്നെയാണ് കൊലയാളികളെന്ന്. പെട്ടെന്ന് പുറകിലൂടെ വില്ല് വരുന്നതും അർണോൾഡ് അങ്ങനെ തിരിഞ്ഞ ആ ഒരു തോക്ക് കാണിച്ചിട്ട്, എടാ സൈക്കോ മോനെ നീയാണെന്ന് പറഞ്ഞ് ആ തോക്ക് കൊണ്ടുവന്ന് വിൽസിനെ ഒരു ഒറ്റയിടി അങ്ങനെ ഇടിച്ച് താഴേക്കിട്ടിട്ട് അവനെ പൊക്കിയെടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ ആണെങ്കിലോ വീണ്ടും അവളുടെ ഫ്രണ്ടിനെ ഫോൺ ചെയ്യാണ്. എത്ര വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നില്ല. വീടിനകത്താണെങ്കിൽ ആരോ വീണ്ടും നടക്കുന്നത് പോലെ ആ ഒരു ശബ്ദവും കേൾക്കുന്നു. അപ്പോൾ ഹീറോയിൻ വിചാരിക്കും ഇതെല്ലാം മാക്സ് ആണ് ചെയ്തത്, അവനെ 2 വഴക്ക് പറയാന്ന് പറഞ്ഞ് അവന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ കൂർക്കം വലിച്ച് നല്ല ഉറക്കം. അപ്പൊ ഇവനല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ ആരാ ചെയ്യുന്നത്, ഇവന്മാർക്കൊക്കെ എന്തോ വേണമെന്നും പറഞ്ഞ് ഹീറോയിൻ അങ്ങനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ ആ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം കേൾക്കുന്നു. എന്താണെന്നറിയാൻ വേണ്ടി അതിനടുത്ത് ഈ നടന്നു ചെന്നിങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവിടെ അർണോൾഡിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവന്റെ ഭാര്യയുടെ ഫോട്ടോയുടെ മുന്നിലായിട്ട് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങില് അർണോൾഡിന്റെ ഭാര്യ അവരെ കാർ ആക്സിഡന്റിൽ എങ്ങനെയൊക്കെയാണ് മരിച്ചത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ അതെടുത്ത് ഹീറോയിൻ അതെല്ലാം വായിച്ചു നോക്കുമ്പോൾ ഇവിടെ പോലീസ് സ്റ്റേഷനിലെ നമ്മുടെ അർണോൾഡ് സാറ് വിൽസിനെ മുഖമല്ല ഇടിച്ച് പൊട്ടിച്ചിട്ട് അങ്ങനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന്, ഇവനാണ് കൊലയാളി, ഇവന്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കാസറ്റ് ഞാൻ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞിപ്പോ ചാടിനെ വെളിയിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ചാടാണെങ്കിലോ അർണോൾഡിനെ കാണുമ്പോൾ, എടാ നിനക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളല്ലാന്ന് എന്നെല്ലാം പറഞ്ഞ് ചാട് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് പോകുന്നു. അതുപോലെ ചാട് പറയുന്നുണ്ട്, ഒരു വക്കീലിനെ കൊണ്ടുവന്നിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിനെ കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നെല്ലാം പറഞ്ഞിട്ടാണ് അവൻ വെളിയിലേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ അർണോൾഡ് അവന്റെ കയ്യിൽ കിട്ടിയ ആ ഒരു കാസറ്റ് ഉണ്ടല്ലോ അത് ഒരു റൂമിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് പ്ലേ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു കാറ് നിയന്ത്രണമില്ലാതെ ഒരു മരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പൊ ആ ഒരു കാർ ആരുടേതാണ്, ആ കാർ ഓടിച്ചത് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും അത് വേറെ ആരുമല്ല, അർണോൾഡിന്റെ ഭാര്യ അവരായിരുന്നു ആ ഒരു കാർ ഓടിച്ചത്. സത്യത്തിൽ ആ ഒരു കാർ ഓടിച്ച് ആക്സിഡന്റ് ആവാൻ കാരണമേ ഈ ഒരു സൈക്കോ റോഡിലേക്ക് കയറി നിന്നതുകൊണ്ടാണ്. അങ്ങനെ കാർ ആക്സിഡന്റ് ആയിട്ടും അർണോൾഡിന്റെ ഭാര്യ മരിച്ചില്ലായിരുന്നു. പകരം ഈ സൈക്കോ അവിടേക്ക് വന്നിട്ട് അർണോൾഡിന്റെ ഭാര്യയുടെ തല പിടിച്ച് ആ ഒരു കാറിന്റെ സ്റ്റിയറിംഗിലേക്ക് 2-3 തവണ ഇടിച്ചിടിച്ച് അവരെ അവിടെ വെച്ച് കൊടൂരായിട്ട് കൊല്ലുമായിരുന്നു. അപ്പൊ അതൊരു വെറും ആക്സിഡന്റ് അല്ല, അർണോൾഡിന്റെ ഭാര്യയെയും ഈ സൈക്കോ തന്നെയാണ് കൊന്നത്. ഇത് കാണുന്ന അർണോൾഡിനെ എങ്ങനെയുണ്ടാവും, എല്ലാം കണ്ടു നല്ല ദേഷ്യത്തില് കരഞ്ഞുകൊണ്ട് നിൽക്കാണ്. ഈ വീഡിയോ നമ്മുടെ അർണോൾഡിനെ തന്നെ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും, ദാ വരുന്നറാ വിൽസ് എന്ന് പറഞ്ഞിട്ട് അർണോൾഡ് നേരെ അവിടേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ പേടിച്ച് തന്നെ നിൽക്കാണ്. എന്താണ് സംഭവിക്കുന്ന അറിയത്തില്ലല്ലോ. പെട്ടെന്നാണ് അർണോൾഡിന്റെ ആ ഒരു ഓഫീസിലെ എന്തോ ഒരു കണ്ണാടി തകരുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ ഓടി വന്നിട്ട് ആ ഒരു ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെയുള്ള ആ ഒരു ജനാലയുടെ കണ്ണാടി ആരോ തകർത്തതുപോലെ. ഇത് കണ്ട ഹീറോയിൻ ആണെങ്കിലോ പെട്ടെന്ന് പേടിച്ചിട്ട് ഓടി വന്ന് ഫോൺ എടുത്ത് പോലീസിനെ ഈ ഒരു വിവരം അറിയിക്കുകയാണ്. അതേസമയം ആ ഒരു സൈക്കോ എന്താ ചെയ്യുന്നറിയോ, ആദ്യം തന്നെ അർണോൾഡിന്റെ മകനായിട്ടുള്ള മാക്സിനെ കൊല്ലാന്ന് പറഞ്ഞ് അവൻ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു റൂമിനകത്ത് ഈ കത്തിയും കൊണ്ട് പോകുന്നു. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ ഇതുപോലെ പോലീസിനെ വിളിച്ചു പറയുന്ന ആ ഒരു കാര്യം സൈക്കോ കേട്ടിട്ട്, ഓക്കെ ആദ്യം ഇവളുടെ കാര്യം നോക്കാം, അത് കഴിഞ്ഞ് ഒരു പയ്യനെ കൊല്ലാന്ന് പറഞ്ഞ് നേരെ ഹീറോയിൻ അന്വേഷിച്ച്
അവളുടെ ശബ്ദം കേൾക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് നടന്നു ചെല്ലുകയാണ്. അങ്ങനെ നടന്ന് അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ ഹീറോയിനെ കാണാനില്ല. അവിടെ ഒരു വോയിസ് റെക്കോർഡർ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഹീറോയിൻ പോയത്. ഇപ്പൊ ഇവിടെ എന്താ നടക്കുന്നതെന്ന് സൈക്കോയ്ക്ക് മനസ്സിലാവുന്നില്ല. അതേസമയം ഇവിടെ നമ്മുടെ അർണോൾഡ് നല്ല ദേഷ്യമുണ്ടല്ലോ, നേരെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ആ ഒരു റൂമിലേക്ക് നമ്മുടെ വിൽസിനെ കാണാനായിട്ട് വന്ന് ഡാനിയലിനെ അവിടെ നിന്നും വെളിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് വിൽസിന്റെ കഴുത്തിലേക്ക് പിടിച്ച് അങ്ങനെ ചേർത്ത് നിർത്തി ആ ഒരു തോക്കെടുത്ത് കഴുത്തിലേക്ക് വെച്ചിട്ട് കളിച്ച് അവസാനം എന്റെ ഭാര്യയെ കൊന്നത് നീയൊക്കെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ വിൽസ് പറയും, സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഈ ഒരു കാസറ്റ്, ആ നായയുടെ ബെൽറ്റ്, ഇതെല്ലാം നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാ വന്നതെന്ന് ചോദിക്കുമ്പോൾ വിൽസ് പറയും, സാർ ആ ഒരു കാസറ്റ് എന്റെ വീട്ടിലൊരു ബോക്സിൽ ആരെ കൊണ്ടിട്ടതാണ്, അതിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു, അതുകൊണ്ട് അടുത്ത ദിവസം നിങ്ങൾക്ക് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ വെച്ചിരുന്നത്. അതിന് മുന്നേ നിങ്ങൾ വന്നത് എടുത്തിട്ട് ഞാനാണ് കൊലയാളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അർണോൾഡ് എന്താണ് നീ പറയുന്നേ, നിനക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ലാന്നുണ്ടെങ്കിൽ വേറെ ആരാ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഡാനിയൽ ഡോറും തുറന്നു വന്നിട്ട്, ഹേ അർണോൾഡ്, ഒരു എമർജൻസി, നീ എന്തായാലും ഇവനെ നോക്കിക്കോ, ഞങ്ങൾ അവിടേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് എല്ലാ പോലീസുകാരും പെട്ടെന്ന് തന്നെ സ്റ്റേഷനിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി കാറും എടുത്ത് അവർ വേഗം ഇങ്ങോട്ടോ പോകുന്നു. ഇപ്പൊ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡ്രഗ് സ്റ്റോറിലേക്ക്. അതിനകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ആരോ ഒരാൾ ഫോണിൽ വിളിച്ചിട്ട് ഇതിനകത്ത് ബോംബ് വെച്ചു എന്നെന്താ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അകത്തേക്ക് വന്നിട്ട് ആ ഒരു ബോംബ് ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ബാഗ് ഉണ്ട്. ഓടി ചെന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ബോംബുമില്ല, വേറെ ഒന്നുമില്ല. അപ്പൊ തന്നെ നമ്മുടെ അർണോൾഡിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട്, സാർ ആരോ ഒരാൾ എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, ഞങ്ങളെ പോലീസുകാരെ എല്ലാവരെയും കബളിപ്പിക്കാൻ വേണ്ടി ഇവിടെ ബോംബ് വെച്ചെന്ന് വെറുതെ പറഞ്ഞതാണ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ നല്ലതുപോലെ ഒന്ന് നോക്കണമെന്ന് പറയുന്നതും ഇവിടെ അർണോൾഡിന്റെ വീട്ടിലെ ആ സൈക്കോ ഉണ്ടല്ലോ എന്താണെന്നറിയാൻ നിൽക്കല്ലേ. പെട്ടെന്ന് തിരിയുമ്പോഴത്തേക്കും പുറകിലൂടെ വന്ന ഹീറോയിൻ സൈക്കോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി. അതുമല്ല, കുറെ നാളായിട്ട് ഈ ഒരു സൈക്കോയെ അന്വേഷിച്ചിരിക്കുന്നത് പോലെ ഹീറോയിൻ നല്ലതുപോലെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് സൈക്കോ ബോധം വന്ന് കണ്ണുറന്ന് നോക്കുമ്പോൾ അടുത്തുള്ള ടി വിയിൽ സ്റ്റാർട്ടിംഗ് സീനിലെ എമിലി എന്ന് പറഞ്ഞ ഒരു പെണ്ണ് മരിച്ചുപോയല്ലോ, അവളെ കൊന്ന ആ ഒരു വീഡിയോ ഇപ്പോൾ പ്ലേ ആവുന്നു. ഇപ്പൊ അത് കണ്ട സൈക്കോ പേടിച്ചവനെ നോക്കിയിരിക്കുന്നതും മറ്റൊരു മാസ്ക് ഇട്ട ഒരു സൈക്കോ ആ ഒരു ടി വിക്കുള്ളിൽ വരുന്നുണ്ട്. ഇപ്പൊ ഈ മാസ്ക് ഇട്ട സൈക്കോ ആരാണെന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോഴത്തേക്കാണ് മാസ്ക് മാറ്റുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഹീറോയിൻ ഡീന. ഇപ്പൊ ഇതെല്ലാം കണ്ട് നമ്മൾ ഷോക്കായിട്ട് നോക്കിയിരിക്കുമ്പോൾ ഡീന ആ ഒരു സൈക്കോട് പറയുന്നുണ്ട്, നീ ആരാണ്, എന്താണ് ചെയ്തിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് നീ ചെയ്യാൻ പോകുന്നത് എന്നുള്ള എല്ലാ വിവരവും എനിക്ക് മനസ്സിലായി. നീ ആരാണ് എന്താണെന്നല്ല ഞാൻ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നടാ മരത്തലയാ. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് നീ അറിയാതെ തന്നെ ഞാൻ കയറി അവിടെ നീ എടുത്തു വെച്ചിരുന്ന ഈ ഒരു കാസറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. അതിലൂടെ തന്നെ എനിക്ക് മനസ്സിലായി നീയാണ് യഥാർത്ഥ സൈക്കോ എന്ന്. അതേപോലെ തന്നെ നിന്റെ ഡയറിയിൽ നീ കൊല്ലാൻ പോകുന്നവരെ എല്ലാവരെയും ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ആരെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് വരെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി അടുത്തായിട്ട് നീ കൊല്ലാൻ പോകുന്നത് എന്റെ ഫ്രണ്ടിനെയും അതേപോലെ തന്നെ അർണോൾഡിന്റെ മകനായിട്ടുള്ള മാക്സിനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് പ്ലാൻ ചെയ്ത് നിന്നെ പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീയായിട്ട് തന്നെ ഇവിടേക്ക് വന്ന് പെട്ടു എന്ന് പറഞ്ഞ് ഡീനെ ചിരിക്കുമ്പോഴത്തേക്കും ഈ സൈക്കോ അങ്ങനെ മാസ്ക് ഊരുമ്പോൾ, ഓക്കെ, ഇത്ര നേരമായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചോ ഇല്ലെന്ന് കമന്റ് ചെയ്തേക്കുക. സൈക്കോയെ ഇവിടെ റിവീൽ ചെയ്യാൻ പോവാണ്. അത് വേറെ ആരുമല്ല, ആ ഒരു ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള എലിസബത്ത് ആന്റി. അങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെ ജോലിയാണ് ചെയ്തതെന്ന് നോക്കണേ. ഇപ്പോൾ ഹീറോയും പറയും, അപ്പോൾ രാവിലെ ഞാൻ ആ ഒരു ഫാർമസിയിൽ വന്നത് മരുന്ന് വാങ്ങിക്കാനാണെന്ന് നീ വിചാരിച്ചല്ലേ? ഒരിക്കലും അങ്ങനെയല്ല. നീ എവിടെയുണ്ടെന്ന് കണ്ടിട്ട് പോകാനായിട്ടാണ് ഞാൻ അവിടേക്ക് വന്നത്. ഇന്ന് രാത്രി എൻ്റെ ഫ്രണ്ടിനെയും അതേപോലെ തന്നെ മാക്സിനെ കൊല ചെയ്യാനായിട്ട് ആ ഒരു ഡയറിയിൽ നീ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ തന്നെ വായിച്ചു. അതുകൊണ്ടാണ് ആദ്യം തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവൾക്ക് കുടിക്കാനായിട്ട് വാങ്ങിയ ആ ഒരു കോഫിയിൽ വയറിന് പ്രശ്നം വരുന്ന ഒരു മരുന്നിട്ട് ഞാൻ കലക്കിയത്. അത് കാരണം അവൾ ഇന്ന് ഇവിടേക്ക് വരുന്നതിന് പകരം എന്നെ അവൾ ഇവിടേക്ക് പറഞ്ഞു വിട്ടു. അതെനിക്ക് വേണമായിരുന്നു നിന്നെ പിടിക്കാൻ വേണ്ടി. ഇവിടെ വന്നതിന് ശേഷം മാക്സിനെ നല്ലതുപോലെ ഉറക്കാൻ വേണ്ടിയിട്ട് അവനും കുടിക്കാനുള്ള ആ ഒരു ഡ്രിങ്കിൽ ഞാൻ കുറച്ച് പൊടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങിയതിന് ശേഷം നീ എന്തായാലും ഇവിടേക്ക് വരുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള വിൽസിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി മാക്സിനെ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ സേഫായിട്ട് മറ്റിടത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ എന്തായാലും മാക്സിനെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി ചെയ്തു. രാവിലെ തന്നെ ആ ഒരു ഡ്രഗ് ഷോപ്പിലേക്ക് ചെന്നിട്ട് പോലീസിനോട് ആ ബാഗിൽ ബോംബുണ്ടെന്ന് വിളിച്ച് പറഞ്ഞതേ ഞാനാണ്. ഇതെല്ലാം ഞാൻ എന്തിനാണ് ചെയ്തതെന്ന് നീ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. നീ ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നിന്നോട് പറയാം. കാരണം എന്താണെന്നറിയോ? ഒരു കാരണവശാലും നീ പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയത് അത് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി. ഇനി അങ്ങനെ വല്ലോ നീ വിളിച്ചു പറഞ്ഞിട്ട് അവർ വന്ന് നിന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ഇത്രയും ചെയ്തത് വെറുതെ ആവത്തില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ മാസ്റ്റർ പ്ലാൻ? സൂപ്പർ ആയിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നതും എലിസബത്തിന് ഇതെല്ലാം കേട്ടിട്ട് നല്ല ദേഷ്യം വരും. അവൾക്കാണെങ്കിലും നല്ലതുപോലെ തലയിൽ ചുറ്റുന്നുണ്ട്. ഇപ്പോൾ എലിസബത്ത് എഴുന്നേറ്റിട്ട് നീ എന്തായാലും ഈ വീടിനകത്ത് തന്നെ ഉണ്ടാവും, ഞാൻ നിന്നെ അന്വേഷിച്ച് വരുമെന്നും പറഞ്ഞ് എലിസബത്ത് ആടി ആടി വെളിയിലേക്ക് പോവാണ്. ഇപ്പൊ അവളങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും ആ ഒരു വീടിനകത്ത് എലിസബത്ത് കൊന്ന എല്ലാവരുടെയും ഫോട്ടോ ഒട്ടിച്ചു വെച്ചേക്കുന്നു. അതിന്റെ താഴെ നിന്നെ കൊല്ലുന്നത് കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ആണ്, പെട്ടെന്ന് മരിക്കേ എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയിൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എലിസബത്തിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.
ഇതെല്ലാം കണ്ട എലിസബത്ത് അവസാനം ഒരു സാധാരണ പെൺകുട്ടിയുടെ മുന്നിൽ വന്ന് പെട്ടുപോയല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കാണ്. അതേസമയം ഇവിടെ നമ്മുടെ അർണോൾഡിനെ കാണിക്കുമ്പോൾ ഡാനിയൽ വീട്ടിന്ന് അർണോൾഡിനെ വിളിക്കും. എന്നിട്ട് പറയും, ആ ബാഗ് അവിടെ കൊണ്ടുവച്ചത് ആരാണെന്നറിയോ? നിന്റെ വീട്ടിലെ ബേബി സിറ്ററായിട്ട് വന്ന ആ ഒരു പെൺകുട്ടിയാണ്. അവളുടെ പേര് ഡീന. അവൾ വേറെ ആരുമല്ല, പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന വിൽസ് എന്ന് പറഞ്ഞ അവന്റെ കാമുകി. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയിട്ട് മാക്സിനെ രക്ഷിക്കണമെന്ന് പറയുന്നതും. അതേസമയം ഇവിടെ നമ്മുടെ എലിസബത്തിനെ കാണിക്കുമ്പോൾ എലിസബത്തിനെ നമ്മുടെ ഹീറോയിൻ ആ വീടിനകത്തിട്ട് ചുറ്റിച്ച് പേടിപ്പിക്കുകയാണ്. ഇപ്പൊ എലിസബത്ത് ആണെങ്കിലും ആ ഒരു വീടിനകത്ത് നിന്നിട്ട്, എടി ഡീന, നീ എവിടെ ഉണ്ടെന്ന് മാത്രം പറയും, നിന്നെ നേരിട്ട് വന്ന് ഞാൻ കൊല്ലുമെന്ന് പറയുമ്പോഴത്തേക്കും വെളിയിൽ ടോർച്ച് വെച്ച് അടിക്കുന്നൊരു വെളിച്ചം കാണുന്നുണ്ട്. അപ്പോൾ എലിസബത്ത് പെട്ടെന്ന് ഡോർ തുറന്ന് നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് വെളിയിൽ നിന്ന് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ തന്നെയാണ്. ദാ വരുന്നടിയെന്നും പറഞ്ഞ് എലിസബത്ത് അങ്ങനെ നടന്ന് ഹീറോയിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അടുത്തുള്ള ആ ഒരു കാടിനകത്തേക്കാണ് പോകുന്നത്. അതിനകത്താണെങ്കിലോ അവളെ പോലെ തന്നെ മാസ്കെല്ലാം ഇട്ടിട്ട് കുറെ പാവകളെയും അവളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതിനിടയിൽ ആരാണ് ഹീറോയിൻ എന്ന് എലിസബത്തിന് കണ്ടുപിടിക്കാണ്ട് കഴിയത്തില്ല. അങ്ങനെ നോക്കി നടക്കുമ്പോഴത്തേക്കും എലിസബത്ത് പറയും, മര്യാദയ്ക്ക് നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിൽ വന്ന് നിൽക്ക്, പേടിച്ച് പുറകിൽ നിൽക്കാതെ എന്ന് പറയുന്നതും ഹീറോയിൻ അങ്ങനെ അവളുടെ പിറകെ വന്നിട്ട് പെട്ടെന്ന് അവളുടെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ സൈക്കോ എലിസബത്ത് താഴെ വന്ന് വീഴുന്നതും ഹീറോയിൻ ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ട് നിന്നെ ഞാൻ കൊല്ലാൻ പോവാണെന്ന് പറയുമ്പോൾ സൈക്കോയ്ക്ക് പേടിയില്ല. അവൾ പറയും, ഒരിക്കലും നിന്നെ കൊണ്ടത് കഴിയത്തില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഹീറോയിന്റെ പുറകിൽ നിന്ന് ഒരുത്തം വന്നിട്ട് അവളുടെ തലയിലേക്ക് ഒരു ഒറ്റയടി കൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് അത് വേറെ ആരുമല്ല, ചാടുണ്ടല്ലോ ആ ഒരു ചുരുണ്ട മുടിയൻ, അവനായിരുന്നു. അവനിപ്പോ വന്നിട്ട് നമ്മുടെ എലിസബത്തിനെ പിടിച്ച് അവളുടെ കാലിലെ മുറിവല്ല ഇങ്ങനെ നോക്കുന്നു. എടാ ചതിയൻ ചാടേ എന്നുള്ള രീതിയിൽ ഹീറോയിൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം നമ്മുടെ ഹീറോയിനെ വലിച്ചെടുത്ത് രണ്ടുപേരും ആ വീടിനകത്തേക്ക് കൊണ്ടുപോവാണ്. ഇവിടെ അർണോൾഡ് ആണെങ്കിലോ ഒരുപാട് തവണ വീട്ടിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ടെങ്കിലും ആരും ഫോൺ എടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ സ്റ്റേഷനിൽ നിന്നും അർണോൾഡ് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ചാഡ് ആ സൈക്കോടെ കാലിൽ മരുന്നെല്ലാം വെച്ച് കെട്ടിക്കൊടുക്കാണ്. ഇപ്പോൾ ഹീറോയിൻ ഇവരെ രണ്ടുപേരെ നോക്കിയിട്ടാണ് പറയുന്നത്, എടാ ചാഡ്, ഇവളെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഇവളുടെ കൂടെ ഓരോരുത്തരെ കൊന്നു നടക്കാനായിട്ട് നിനക്കെന്താ നാണമില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ചിരിയാണ് വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചാട് വിടുന്ന് തിരിഞ്ഞിട്ട്, ഏയ് മര്യാദയ്ക്ക് മിണ്ടാതിരുന്നു, നിന്റെ സഹോദരിയെ കൊന്ന ആ ഒരു ദിവസം തന്നെ നിന്നെ കൊല്ലാനായിട്ട് ഞാൻ ഇവരോട് പറഞ്ഞതാണ്, അന്ന് അവരത് ചെയ്തില്ല, അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ആവശ്യമില്ലാതെ നീയും പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വന്നേക്കുന്നു, അതുകൊണ്ട് നിന്നെ കൊന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് എലിസബത്തിനോട് പറയുമ്പോൾ എലിസബത്ത് പറയും, ഓക്കെ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഇവിടെ വാക്കി ടോക്കിയിൽ നമ്മുടെ വില്ലിന്റെ ശബ്ദം കേൾക്കുന്നു. ഇപ്പൊ എവിടെ നിന്നാണ് ആ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് വിചാരിച്ച് ഹീറോയിൻ ഒളിപ്പിച്ച് വെച്ച ആ ഒരു വാക്കി ടോക്കി എടുത്തിട്ട് ചാട് പറയും, മോനെ വിൽസ്, അപ്പോൾ സത്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലേ? ശരി, നിന്റെ ഗേൾ ഫ്രണ്ടിനെ ഇപ്പൊ തന്നെ ഞങ്ങൾ കൊല്ലാൻ പോവാണ്, അതുകൊണ്ട് അവൾ ഇവിടുന്ന് എടുത്തോണ്ട് പോയിക്കോ എന്നും പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ചാടകണ്ടി എഴുന്നേറ്റ് ഹീറോയിനെ കൊല്ലാനായിട്ട് വരുന്നതും പെട്ടെന്ന് അവളുടെ തല പൊട്ടി അങ്ങ് തെറിയുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ വേറെ ആരുമല്ല, അത് എലിസബത്ത് തന്നെയാണ്. അവനെ കൊന്നതിന് ശേഷം നമ്മുടെ ഹീറോയിനെ വീണ്ടും ഒരു ഇടിയിടിച്ച് അവളെ ഒരു ചെയറിൽ കെട്ടിയിട്ടിട്ട് ഇപ്പോൾ ഹീറോയിൻ കണ്ണൂർന്ന് നോക്കുമ്പോൾ മുന്നിലത്തെ ടിവിയിൽ എമിലി എന്ന് പറഞ്ഞ ഒരു പെണ്ണെ കൊല്ലുന്ന കാര്യമാണ് പ്ലേ ചെയ്തേക്കുന്നത്. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, സത്യത്തിൽ എമിലി ഹീറോയിന്റെ സഹോദരിയാണ്. എന്നിട്ട് ഇപ്പോൾ എലിസബത്ത് മറ്റൊരു ക്യാമറയിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്തിട്ട് നിന്റെ സഹോദരി എങ്ങനെയാണോ ഞാൻ കൊന്നത് അതുപോലെ തന്നെ കൊടൂരമായിട്ട് നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്, ഓക്കെ റെഡിയാണോ മോളെ എന്നും പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്ത് ഒരു കത്തിയെടുത്ത് ഹീറോയിന്റെ കാലിലേക്ക് ഒരു കുത്ത്. ഹീറോയിൻ അലറി വിളിക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നിന്റെ സഹോദരിയെയും ഞാൻ ഉപദ്രവിക്കുമ്പോൾ അവൾ കരഞ്ഞത്. വെയിറ്റ് ചെയ്യ്, എന്തായാലും നിന്നെ പെട്ടെന്ന് കൊല്ലാൻ പോകുന്നില്ല, പതിയെ കൊല്ലത്തുള്ളൂ. നിന്റെ സഹോദരി മരിച്ചതിന് ശേഷം ആരും അവളെ ഓർക്കുന്നത് പോലുമില്ല, അതുപോലെ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്നെയും ആരും ഓർക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുത്താനായിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് സമയത്ത് ആരും ഒരാൾ അവളെ ഷൂട്ട് ചെയ്യുന്നു. വേറെ ആരുമല്ല, നമ്മുടെ അർണോൾഡ് മാമൻ. ഇപ്പൊ അവളെ ഷൂട്ട് ചെയ്തിട്ട് അടുത്ത നിമിഷം തന്നെ മാക്സിനെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും, സാർ മാക്സിന് ഒരു കുഴപ്പമില്ല, മാക്സ് സേഫ് ആയിട്ട് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അർണോൾഡിന് കുറച്ച് സമാധാനമായിട്ട് നേരെ വന്ന് ആ റീപ്പറിന്റെ മാസ്ക് എടുത്ത് മാറ്റുന്നതും അത് എലിസബത്ത് ആണെന്ന് അറിയുമ്പോഴത്തേക്കും അർണോൾഡിനും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കാണ് എലിസബത്ത് അടുത്ത ഒരു ആക്ടിങ്, സാർ ഞാനല്ല, ഇവളാണ് കൊലയാളി, ഇവളാണ് എല്ലാവരെയും കൊന്നത്, എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴത്തേക്കാണ് ഞാൻ അവളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ വേഷം കെട്ടിയത്, അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യും, അവളെ കൊല്ലുന്നെല്ലാം പറയുമ്പോഴത്തേക്കും അർണോൾഡ് പറയും, മോളെ അധികം കിടന്ന് സംസാരിക്കേണ്ട, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി, നീ മര്യാദയ്ക്ക് വന്ന് സറണ്ടർ ആവാൻ പറയുമ്പോൾ എലിസബത്ത് അങ്ങനെ സംസാരിച്ച് പെട്ടെന്ന് അടുത്തുള്ളൊരു കത്തിയെടുത്ത് അർണോൾഡിനെ കുത്താനായിട്ട് എഴുന്നേൽക്കുന്നതും അതിന് മുന്നേ തന്നെ എലിസബത്തിനെ തലയിലേക്ക് ഷൂട്ട് ചെയ്യും. എലിസബത്ത് അവിടെ വെച്ച് തന്നെ മരിച്ചു. ഇപ്പോൾ എലിസബത്തിനെ കൊന്നിട്ട് ഹീറോ ചോദിക്കും, അപ്പോൾ നീയാണല്ലേ ആ ഒരു ഗ്യാരേജിന്റെ കീ, പിന്നെ ആ ഒരു ബോക്സ്, ഈ കാസറ്റ്, ഇതെല്ലാം പലയിടങ്ങളിലായിട്ട് കൊണ്ടുവന്നിട്ടത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, അതെ, നിങ്ങളുടെ ഭാര്യയെ കൊന്നത്, എൻ്റെ സഹോദരിയെ കൊന്നത്, അതിനുവേണ്ടി നിങ്ങൾക്ക് സത്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നത്. എൻ്റെ സഹോദരിയെ കൊന്ന ആ ഒരു ദിവസം മുതൽ തന്നെ ഈ സൈക്കോ അന്വേഷിച്ച് ഞാൻ നടന്നിരുന്നു. അപ്പോഴേക്കും ഹീറോ പെട്ടെന്ന്, ഓക്കെ ഞാൻ എന്തായാലും പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാന്ന് പറയുമ്പോൾ ഹീറോയും പറയും, അങ്കിൾ നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്യരുത്,
അതിന് മറ്റൊരു പ്ലാൻ എനിക്കുണ്ട്. എന്താന്ന് വെച്ചാൽ ഈ എലിസബത്തിനെ കാണാനില്ല എന്ന് പറഞ്ഞ് ആദ്യം ഒരു കേസ് ഫയൽ ചെയ്യണം. അത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ശേഷം അവരുടെ വീട്ടിൽ അന്വേഷിക്കാനായിട്ട് നിങ്ങൾ പോലീസിനെ കൂട്ടി പോകുമ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അവളാണ് ഈ ഒരു സൈക്കോ എല്ലാവരെയും കൊന്നതിനുള്ള തെളിവുകളെല്ലാം അവളുടെ വീട്ടിൽ നമുക്ക് കൊണ്ടിടാം. എന്നിട്ട് നിങ്ങൾ പോയി അന്വേഷിക്കുമ്പോൾ അവളാണ് സൈക്കോ. അതുകൊണ്ട് ഇതറിഞ്ഞതുകൊണ്ടാണ് ആ ഒരു സൈക്കോ ഈ ഗ്രാമത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയതെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കും. എന്നിട്ട് ഇവളുടെ ശരീരം നമുക്ക് മറവും ചെയ്യാം. ഇതൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ അർണോൾഡ് പറയും, ഓക്കെ ശരിയാണ്. നമ്മുടെ ഹീറോ അർണോൾഡിനും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നിയിട്ട് ഇവർ രണ്ടുപേരും അതുപോലെ തന്നെ ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയും പറഞ്ഞതുപോലെ തന്നെ എലിസബത്ത് ആണ് സൈക്കോ എന്ന് ബാക്കി എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ എലിസബത്ത് മരിക്കുകയും ചെയ്തു. ആ ഒരു രീതിയിൽ എല്ലാ സെറ്റപ്പും ചെയ്തു കഴിഞ്ഞ് ഇപ്പൊ അവസാനം നമ്മുടെ അർണോൾഡും അതേപോലെ തന്നെ ഹീറോയിനും എമിലിയുടെ അവസാനം അവർ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഈ മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മൂവി? കൊലയാളി ആരാണ് അല്ലെങ്കിൽ ആ ഒരു സൈക്കോ ആരാണെന്ന് നിങ്ങൾ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആരാണെന്ന് മാത്രം കമന്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു കമന്റ് ഡിലീറ്റ് ആയി കളയും. നിങ്ങൾ കണ്ടുപിടിച്ചോ ഇല്ലയെന്ന് മാത്രം കമന്റ് ചെയ്താൽ മതി. ബാക്കിയുള്ളവരൊന്ന് ശ്രമിക്കട്ടെ. അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.